നമ്മളെല്ലാവരും തന്നെ മുന്തിരിയും കഴിച്ചിട്ടുണ്ട്, വൈനും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അധികം ആരും ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് യാരാവാലിയിലെ അതിമനോഹരമായൊരു മുന്തിരിത്തോപ്പിലാണ്. ചുറ്റും നോക്കിയാൽ മുഴുവൻ കാണുന്നത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പാടത്ത് വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുന്ന മുന്തിരിച്ചെടികൾ തന്നെ. മുന്തിരിക്കുലകൾ ഇങ്ങനെ മൂത്ത് പഴുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചന്തമില്ലേ? ചൂട് കാരണം ചിലതൊക്കെ ആ കുലകളിൽ നിന്ന് തന്നെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ഫെബ്രുവരി ടു ഏപ്രിലാണ് യാരാവാലിയിലെ മുന്തിരിയുടെ വിളവെടുപ്പ് കാലം. യാർഡ് വിസിറ്റ് ചെയ്യാനും ഏറ്റവും നല്ല സമയം ഇതാണ്. ഇവിടെ ഗ്രേപ്സ് ഹാൻഡ് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില യാർഡുകളിൽ വിസിറ്റേഴ്സിന് പിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഓസ്ട്രേലിയയിൽ ശരത്കാലം തുടങ്ങുകയായി. അതുകൊണ്ട് തന്നെ മുന്തിരിച്ചെടികളെല്ലാം പച്ചയിൽ നിന്നും മഞ്ഞയിലേക്ക് നിറം മാറി തുടങ്ങിയിരിക്കുന്നു. അകലെന്ന് നോക്കുമ്പോൾ സ്വർണ്ണ നിറമുള്ള പാടങ്ങൾ. മുന്തിരി പാകമാകുമ്പോൾ വിളിക്കാതെത്തുന്ന അതിഥികളായ ചെറു പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ തടയാനായിട്ട് വലകളിടുന്ന പതിവുണ്ട്. ഹാർവെസ്റ്റിംഗ് സീസണിൽ തന്നെയാണ് വൈൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. മുന്തിരി കൈകൊണ്ട് പിഴിഞ്ഞ് വൈനുണ്ടാക്കുന്ന ട്രഡീഷണൽ രീതിയല്ല വൈൻയാർഡുകളിൽ ഫോളോ ചെയ്യുന്നത്. എല്ലാത്തിനും അതാത് മെഷീനുകളുണ്ട്. എങ്കിലും നമുക്ക് വേണ്ടി ട്രഡീഷണൽ രീതിയാണ് ഗൈഡ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യുണീക്ക് എക്സ്പീരിയൻസിന് വേണ്ടി മുന്തിരി പിഴിഞ്ഞ് ജാറുകളിലാക്കി 1 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രീമിയം വൈൻസ് ഫോം ചെയ്യാനായിട്ട് 2 മുതൽ 10 വർഷം വരെ എടുക്കും എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പല ടേസ്റ്റിലുള്ള വൈൻ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ വൈൻ യാർഡ് വിസിറ്റ്. അപ്പോൾ ഇതുപോലുള്ള ഓസ്ട്രേലിയൻ വീഡിയോകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.